ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നെക്സ്റ്റ് ജെൻ വിസ്റ്റത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 7ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 1ാമത്തെ ചാപ്റ്ററാണ് ഇളം കാറ്റ് തെല്ലൊന്ന് തൊട്ടെന്ന് വന്നാൽ. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമാണ് ടീച്ചർ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ഇളം കാറ്റ് തെല്ലൊന്ന് തൊട്ടെന്ന് വന്നാൽ. നമുക്ക് ഈ ഇലകൾ എന്ന ഈ കവിതയൊന്ന് പാടി നോക്കിയാലോ. ഉണങ്ങിച്ചുളിഞ്ഞും കരിഞ്ഞും മൊരിഞ്ഞും ദ്രവിക്കാനിരിക്കും മരക്കൊമ്പു കാൺകെ മഴക്കാറുകൊണ്ടു മഴത്തുള്ളി വീണു മരച്ചോട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ടു. മഴത്തുള്ളി തൊട്ടൊരു മാഹേന്ദ്രജാലം തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും മരിക്കാനിരിക്കും മരക്കൊമ്പു തോറും കുരുത്തു കുരുത്തു മുളപ്പായ് പൊടിപ്പായ്. നോക്കൂ, ജി കുമാരപിള്ളയുടെ വനപർവ്വത്തിൽ നിന്നുമാണ് ഈ ഇലകൾ എന്ന ഈ പദ്യം എടുത്തിട്ടുള്ളത്. നോക്കി, തന്നിരിക്കുന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് എന്താ കാണുന്നത്? ഒരു മരം വല്ലാതെ ഉണങ്ങി നിൽക്കുന്നു അല്ലേ? അവിടെ ഇവിടെയായി ചില നാമ്പുകൾ, പുതിയ ഇലകളുടെ നാമ്പുകൾ കിളിർത്തു വരുന്നതും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചെറുതായി മഴ പെയ്യുന്നതും കാണാം അല്ലേ? ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് നോക്കാം. ഉണങ്ങിച്ചുളിഞ്ഞും കരിഞ്ഞും മൊരിഞ്ഞും ദ്രവിക്കാനിരിക്കും മരക്കൊമ്പു കാൺകെ. അതായത് ഈ മരത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ വ്യക്തമാണല്ലേ. ഉണങ്ങിച്ചുളിഞ്ഞും കരിഞ്ഞും അതുപോലെ മൊരിഞ്ഞും, ഇതിൻ്റെ ഇലകളൊക്കെ മൊരിഞ്ഞും അതുപോലെ എല്ലാ ഇലകളും കൊഴിഞ്ഞു. അതുപോലെ ഉണങ്ങിയിരിക്കുന്ന ഒരു മരക്കൊമ്പാണിത്, ഒരു മരമാണിത്. ഇതിനെ കണ്ടുകൊണ്ട് മഴക്കാറുകൊണ്ടു മഴത്തുള്ളി വീണു. അതായത് മഴക്കാറ് വന്നിട്ട് അതിൽ നിന്നും മഴത്തുള്ളികൾ വീണുകൊണ്ടിരിക്കുകയാണ്. മരച്ചോട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ടു. എവിടെയാണ് മഴത്തുള്ളി തൊട്ടത് കുട്ടികളെ? മരച്ചോട്ടിൽ എന്താണുള്ളത്? അതിൻ്റെ വേര് അല്ലേ? ഒരു മരത്തിൻ്റെ വേരല്ലേ മരച്ചോട്ടിലുള്ളത്? അവിടേക്കാണ് ഈ മഴത്തുള്ളികൾ വന്ന് വീണത്. മഴത്തുള്ളി തൊട്ടൊരു മാഹേന്ദ്രജാലം. അതായത് മഴത്തുള്ളി തൊട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പുതിയൊരു ഇന്ദ്രജാലം, അത് ഒരു മാജിക്ക് പുതിയതായിട്ട് ഉണ്ടാവുകയാണ്. എന്തായിരിക്കും അത്? തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും. അതായത് ഈ വെള്ളം നമ്മൾ വേരിലാണ് വന്ന് വീണതെന്ന് പറഞ്ഞു. അവിടെ നിന്നും എന്ത് സംഭവിക്കും? വെള്ളം വീണ് കഴിഞ്ഞാൽ മരം സ്വാഭാവികമായിട്ടും ആ വെള്ളം ഉള്ളിലേക്ക് വലിച്ചെടുക്കും. അങ്ങനെ കൊമ്പുകളിൽ കൂടെയൊക്കെ ഇലയുടെ തുമ്പ് വരെ എന്തെത്തും? വെള്ളമെത്തും. അങ്ങനെ മരക്കൊമ്പിലെങ്ങും ഈ മഴവെള്ളം എത്തിച്ചേർന്നു. മരിക്കാനിരിക്കും മരക്കൊമ്പ് തോറും. അതായത് ഓരോ മരത്തിൻ്റെ കൊമ്പും ഉണങ്ങിപ്പോയിരിക്കുകയെന്ന് നമ്മൾ പറഞ്ഞു. അത് മരിക്കും എന്ന് പറഞ്ഞാൽ അത് ഉണങ്ങിപ്പോവും, അവസാനം ആ മരം തന്നെ ഇല്ലാതാകും. ആ ഒരവസ്ഥയിൽ ഇരിക്കുമ്പോൾ കുരുത്തു കുരുത്തു മുളപ്പായ് പൊടിപ്പായ്. കണ്ടോ, ഒരു പ്രതീക്ഷയുടെ ഒരു നാമ്പാണ് അവിടെ കിളിർത്തത്. അതായത് പുതിയ ചെറിയ ചെറിയ ഇലകളൊക്കെ കിളിർക്കാൻ തുടങ്ങി മരത്തിൻ്റെ കൊമ്പിൽ. മനസ്സിലായോ? അപ്പോൾ ഉണങ്ങിയിരിക്കുന്ന പ്രതീക്ഷകളെല്ലാം വറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ, ഒരു മരത്തിൻ്റെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതമായിട്ട് നമുക്കിത് ഉപമിക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴും ചെറിയ ഈ മഴത്തുള്ളി മതി നമുക്ക് പ്രതീക്ഷയുടെ പുതിയ നാമ്പുകൾ നമുക്ക് ഉടലെടുക്കാനായിട്ട്. മനസ്സിലായോ? ഇനി നമുക്ക് ആരാണ് ഈ ജി കുമാരപിള്ള എന്ന് നോക്കാം. 1923 ഓഗസ്റ്റ് 22 ജനിച്ചു. കവി, ഗാന്ധിയൻ, അധ്യാപകൻ എന്നീ നിലകളിൽ പ്രശസ്തനായി. അരളിപ്പൂക്കൾ, മരുഭൂമിയുടെ കിനാവുകൾ, ഓർമ്മയുടെ സുഗന്ധം, സപ്തസ്വരം എന്നിവയാണ് പ്രധാന കൃതികൾ. 2000 ഓഗസ്റ്റ് 17 അദ്ദേഹം അന്തരിച്ചു. ഇനിയൊരു ചോദ്യം നോക്കൂ. കവിതയിലെ ആശയം തന്നെയാണോ ചിത്രത്തിലുള്ളത്? മഴത്തുള്ളി തൊട്ടപ്പോഴുണ്ടായ ഇന്ദ്രജാലം എന്തായിരുന്നു? ചർച്ച ചെയ്യുക. എന്തെല്ലാം നമുക്ക് എഴുതാം. ഉണങ്ങിക്കരിഞ്ഞുപോയ മരത്തിൽ മഴത്തുള്ളികൾ വീഴുന്ന ദൃശ്യമാണ് ചിത്രത്തിലുള്ളത്. ഉണങ്ങിക്കരിഞ്ഞുപോയ മരക്കൊമ്പുകളിൽ ആദ്യം മഴത്തുള്ളികൾ വീഴുമ്പോൾ ഒരു മഹാ ഇന്ദ്രജാലമാണ് സംഭവിക്കുന്നത്. വേനൽ മഴ തുടങ്ങുമ്പോൾ ദ്രവിച്ച മരക്കൊമ്പുകളിൽ നിന്ന് ഉറക്കമിട്ടുണർന്ന പോലെ മുളകളും തളിരലകളും പൊട്ടിവിടരുന്നു. ഉണങ്ങിയ മരത്തിൽ മഴത്തുള്ളികൾ വന്ന് പതിക്കുമ്പോൾ അവയിൽ ജീവന്റെ പൊടിപ്പും തുടിപ്പും തരിപ്പും എല്ലാം ഉണ്ടാവുകയാണ്. മരിക്കാനിരിക്കുന്ന മരക്കൊമ്പുകൾ വീണ്ടും പുനർജനിക്കുകയാണ്. ഇനി നോക്കൂ, ഭൂമിക്കു വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം. എന്തെന്ത് വിസ്മയ കാഴ്ചകളാണ് പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ളത്. ചെറുതും വലുതുമായ ആയിരം അത്ഭുത കാഴ്ചകൾ. ആരാകിൽ എന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം എന്ന കവിവചനം അന്വർത്ഥമാക്കുന്ന ദൃശ്യഭംഗികൾ ആസ്വദിക്കാൻ കൂടിയുള്ളതാണ് ഈ ജീവിതം. കണ്ടോ ചിത്രത്തിൽ? ഇതെന്താണെന്ന് കൂട്ടുകാർക്ക് അറിയോ? ഇതാണ് നമ്മൾ മൂന്നാറിൽ 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന ഒരു പൂവുണ്ട്. അതേതാ? കുറിഞ്ഞിപ്പൂക്കൾ അല്ലേ? നീലക്കടൽ പോലെയാണ് ഈ കുറിഞ്ഞിപ്പൂക്കൾ. അതിൻ്റെ ചിത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് പാഠഭാഗം വായിച്ചു നോക്കാം.
പ്രകൃതിയുടെ അതിസുന്ദരമായ ഒരു അത്ഭുതമാണ് കുറിഞ്ഞിപ്പൂക്കൾ. നമ്മുടെ കിഴക്കൻ മലകളുടെ മടിത്തട്ടിൽ അവ പന്തീരാണ്ടിൽ ഒരിക്കൽ പൂത്തുലയുന്നു. പന്തീരാണ്ട് എന്ന് വെച്ചാൽ 12 വർഷത്തിലൊരിക്കൽ. നീലക്കടൽ പോലെയാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നീലക്കടൽ പോലെ നിറഞ്ഞു ലാവി ആടി കളിച്ചു നിൽക്കുന്ന ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം. കണ്ട് കണ്ണും മനസ്സും കുളിർപ്പിക്കണം. എത്ര വാഴ്ത്തിയാലും മതിയാവാത്ത ഒരു വിസ്മയ ദൃശ്യമാണത്. മൂന്നാറിലെ മലനിരകൾ മുഴുവൻ ഒരു പൂങ്കടൽ. അപ്പോൾ എവിടെയായി കുറിഞ്ഞിപ്പൂക്കൾ കാണുന്നത്? മൂന്നാറിലെ മലനിരകളിൽ. കാറ്റ് വീശുമ്പോൾ തിരയടിച്ചിളകുന്നത് പോലെ അവ ഒന്നിച്ചു നൃത്തം വയ്ക്കുന്നു. ആ നൃത്തത്തിന് ഒരു സംഗീതമുണ്ട്. ആയിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും മന്ത്രസ്ഥായിലുള്ള മൂളൽ, ആയിരം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്കങ്ങളുടെ താളമുണ്ട്. ഇളം കാറ്റിൻ്റെ തഴുകലുണ്ട്. ആരുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളുണ്ട്. വനദേവതകളാവാം, ചെറുചോലകളാവാം. നമ്മുടെ ചുറ്റും മനോജ്ഞവും വൈവിധ്യപൂർണവുമായ ഒരു ജൈവലോകം ഉത്സവം കൊണ്ടാടുകയാണ്. കുറിഞ്ഞിത്തേൻ നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നതും കാണാം. അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞ പൂമ്പൊടി പൂശിയിരിക്കുന്നു. വായുവിലാകെ അനിർവചനീയമായൊരു പരിമളം നിറഞ്ഞു ലാവുന്നു. ആ വലിയ മലഞ്ചെരിവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന പോലെ. കണ്ണുകൾ കൂമ്പി ഞാനാ സൗന്ദര്യ ലോകത്തിൽ എല്ലാം മറന്ന് ഏറെ നേരം നിന്നുപോയി. ഒന്ന് ഓർത്തു നോക്കൂ, ഇങ്ങനെയൊരു പുഷ്പോത്സവം കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു. ചിറകുകളെല്ലാം പറന്നകലുന്നു. ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഒഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു. മലഞ്ചെരിവുകൾ ശൂന്യമായി തീരുന്നു. എല്ലാം നിശ്ചലം, നിശബ്ദം. പക്ഷേ നാം അറിയാത്തതിനാലാണ്. ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു. മണ്ണിനടിയിൽ അവയെല്ലാം കാത്തുകിടക്കുന്നു. ഇനിയൊരു 12 കാലം കഴിയണം. അതുവരെ നീണ്ട തപസ്സിലാണ് കുറിഞ്ഞിച്ചെടികൾ. വീണ്ടും 12 കൊല്ലം കഴിയും. വസന്തം ആകാശത്തു നിന്നും കാഹളമുഴക്കിക്കൊണ്ട് ഇറങ്ങി വരും. ആ വിളി കേൾക്കുമ്പോൾ വിത്തുകളെല്ലാം ഞെട്ടിയുണർന്ന് പച്ചിച്ചു മിന്നുന്ന കൂപ്പുകൈയോടെ പുറത്തേക്കിറങ്ങി ഉയർന്നു വരും. വീണ്ടും അവ ലക്ഷം മുട്ടുകൾ അണിയുകയായി. ലക്ഷം പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങുകയായി. പൂക്കൾ വിളിച്ചിട്ടോ ദൂരെ നിന്നു ചിറകടികൾ കേട്ടു തുടങ്ങുകയായി. മലഞ്ചെരിവുകളിൽ ഉത്സവത്തിൻ്റെ കേളികൊട്ട് മുഴങ്ങുകയായി. നമ്മളെപ്പോലുള്ളവർ അമ്പരന്നു കണ്ടു നിൽക്കുന്നു. ഹാ, ആർക്കു വേണ്ടിയാണ് ഈ ഒരുക്കങ്ങൾ? ഒന്നു മാത്രം എനിക്കറിയാം. എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല, പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത. തീർച്ചയായും നമുക്ക് വേണ്ടിയല്ല, തേനീച്ചകൾക്ക് വേണ്ടി. ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി. ഭൂമി എന്ന അമ്മയ്ക്കു വേണ്ടിയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആ കാഴ്ച കാണാൻ ഭാഗ്യമുണ്ടാവട്ടെ. നോക്കൂ, സുഗതകുമാരിയുടെ മുൻമൊഴി അതിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ പാഠഭാഗം. ഇനി നമുക്ക് വായിക്കാം, കണ്ടെത്താം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണ് ഉള്ളത്? ഉത്തരം നോക്കാം. കാറ്റ് വീശുമ്പോൾ തിരയടിച്ചിളകുന്ന പോലെ നീലക്കുറിഞ്ഞികൾ ഒന്നിച്ചു നൃത്തം വയ്ക്കുന്നു. ആ നൃത്തത്തിൽ സംഗീതമുണ്ട്. ആയിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും മന്ത്രസ്ഥായിലുള്ള മൂളലുകളുണ്ട്. ആയിരം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്കങ്ങളുടെ താളമുണ്ട്. ഇളങ്കാറ്റിൻ്റെ തഴുകലുണ്ട്. വനദേവതകളുടെയോ ചെറുചോലകളുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളുണ്ട്. ഇതെല്ലാമാണ് മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിലുള്ളത്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. എഴുത്തുകാരി എല്ലാം മറന്നു നിന്നു പോയത് എന്തെല്ലാം കണ്ടിട്ടായിരുന്നു? നീലക്കുറിഞ്ഞി തേൻ നുകർന്ന് ലഹരി പിടിച്ച് വണ്ടുകൾ നീലക്കുറിഞ്ഞി ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നു. അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞ പൂമ്പൊടി പൂശിയിരിക്കുന്നു. വായുവിലാകെ അനർവചനീയമായൊരു പരിമളം നിറഞ്ഞുലാവുന്നു. ആ വലിയ മലഞ്ചെരിവിൽ മുഴുവൻ സ്വന്തം വന്നു നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്നതുപോലെ എഴുത്തുകാരിക്ക് തോന്നി. ഈ സൗന്ദര്യ ലോകത്തിലാണ് എല്ലാം മറന്ന് കണ്ണുകൾ കൂമ്പി എഴുത്തുകാരി നിന്നുപോയത്. അടുത്ത ചോദ്യം നോക്കൂ. കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസ്സിലാണ് എന്ന് പറയാൻ കാരണമെന്ത്? ഒരു പുഷ്പോത്സവ കാലം കഴിഞ്ഞാൽ നീലക്കുറിഞ്ഞി പൂക്കളെല്ലാം ഉണങ്ങിക്കൊഴിഞ്ഞു പോകുന്നു. ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഒഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നത് പോലെ തോന്നുന്നു. പക്ഷേ നാം അറിയാതെ ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടാകും. മണ്ണിനടിയിൽ അവയെല്ലാം കാത്തുകിടക്കുന്നു. ഇനിയൊരു 12 കാലം കഴിയുന്നതുവരെ കുറിഞ്ഞിച്ചെടികൾ വീണ്ടും പൂക്കാനായുള്ള നീണ്ട ഒരു കാത്തിരിപ്പിലാണ്. ഇതിനാലാണ് കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസ്സിലാണ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഈ മനോഹാരിത നമുക്ക് വേണ്ടിയല്ല, പിന്നെ ആർക്കു വേണ്ടിയാണ്? ഉത്തരം. എല്ലാം നശിപ്പിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയല്ല, പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് നീലക്കുറിഞ്ഞികളുടെ ഈ മനോഹാരിത. അതായത് തേനീച്ചകൾക്ക് വേണ്ടി, ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി, ഭൂമി എന്ന അമ്മയ്ക്കും വേണ്ടിയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം എന്ന് ലേഖിക പറയുന്നു. അടുത്തത് നോക്കൂ. ചർച്ച ചെയ്യാം, എഴുതാം.
ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം. എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ അവിടെ കാണാൻ ആഗ്രഹിക്കുന്നത്? നോക്കൂ, നമ്മുടെ കിഴക്കൻ മലകളുടെ മടിത്തട്ടിൽ മൂന്നാറിൽ 12 വർഷത്തിലൊരിക്കൽ നീലക്കുറിഞ്ഞികൾ പൂത്തുലയുന്നു. നീലക്കടൽ പോലെ നിറഞ്ഞുലാവി ആടിക്കളിച്ചു നിൽക്കുന്ന നീലക്കുറിഞ്ഞികളുടെ മനോഹര ദൃശ്യം കാണാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോകണമെന്നാണ് എഴുത്തുകാരി പറയുന്നത്. മൂന്നാർ അതിന്റെ മനോഹരമായ പശ്ചാത്തല ഭൂപ്രകൃതിക്ക് പേരുകേട്ടതാണ്. അവിടുത്തെ മലനിരകൾ, തേയിലത്തോട്ടങ്ങൾ, അരുവികൾ എന്നിവയെല്ലാം കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മലഞ്ചെരുവുകൾക്ക് മേലെ ഒരു പുതപ്പ് പോലെ നീലക്കുറിഞ്ഞികൾ പൂത്തു നിൽക്കുന്ന കാഴ്ച അതിശയകരമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു. പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നോക്കൂ, 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞികളുടെ പുഷ്പോത്സവം കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു. ശലഭങ്ങളും തുമ്പികളും ചെറുകിളികളുമെല്ലാം പറന്നകലുന്നു. ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഒഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു. മലഞ്ചെരിവുകൾ ശൂന്യമായി തീരുന്നു. എല്ലാം നിശ്ചലവും നിശബ്ദവുമായി തീരുന്നു. എന്നാൽ നാം അറിയാത്ത ഒന്നുണ്ട്. ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു. മണ്ണിനടിയിൽ ഇനിയൊരു 12 കാലം വീണ്ടും പൂക്കാനായി കാത്തുകിടക്കുകയാണ്. ആ വിത്തുകൾ അതുവരെ നീണ്ട തപസ്സിലാണ് കുറിഞ്ഞിച്ചെടികൾ. അടുത്ത ചോദ്യം നോക്കൂ. പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹാരിത ആസ്വദിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹര കാഴ്ചകളെ നിലനിർത്താൻ നാം ആദ്യം പ്രകൃതി സംരക്ഷകരായി മാറണം. നീലക്കുറിഞ്ഞി വംശത്തിന്റെ നാശത്തിന് കാരണമാവുന്ന ഒരു പദ്ധതിക്കും അനുമതി നൽകാതെ പ്രകൃതിയായി നിലനിർത്താൻ നാം പരിശ്രമിക്കണം. നീലക്കുറിഞ്ഞികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് മറ്റ് ആളുകളെ ബോധവൽക്കരിക്കുകയും അവിടം സന്ദർശിക്കുമ്പോൾ നീലക്കുറിഞ്ഞികളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്യണം. പരിസ്ഥിതി സംരക്ഷണം നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. മുഴുവനായി ഈ ഭൂമി വെട്ടിനിരത്താൻ നാം ആരെയും അനുവദിക്കരുത്. പ്രകൃതി ഒരുക്കുന്ന മനോഹര ദൃശ്യങ്ങൾക്ക് നാളത്തെ തലമുറകൾ കൂടി അവകാശികളാണ്. ഇനി മറ്റൊരു ചോദ്യം. ചേർത്ത് വയ്ക്കുമ്പോൾ അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞ പൂമ്പൊടി പൂശിയിരിക്കുന്നു. മെയ്യാകെ, കറുപ്പ് മെയ്യാകെ, നീലക്കറുപ്പ് മെയ്യാകെ. വണ്ടിൻ്റെ ശരീരത്തെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണല്ലോ കറുപ്പും നീലക്കറുപ്പും. ഭാഷാപ്രയോഗത്തിൽ ഇത്തരം വിശേഷണ പദങ്ങൾ നൽകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ഉത്തരം നോക്കാം. അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞ പൂമ്പൊടി പൂശിയിരിക്കുന്നു എന്ന വരികളിൽ ആദ്യ വാക്യത്തിൽ നിന്നും അവസാന വാക്യത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ മിഴിവാർന്ന ഒരു ചിത്രം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നു. മെയ്യ് എന്ന പദത്തെ നീല, കറുപ്പ് എന്നീ പദങ്ങൾ കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു. പൂമ്പൊടിയെ മഞ്ഞ എന്ന പദം കൊണ്ടും വിശേഷിപ്പിച്ചിരിക്കുന്നു. ഒരേ പദങ്ങളുടെ അർത്ഥത്തെ ഭേദിപ്പിക്കുന്നത് അഥവാ വിശേഷിപ്പിക്കുന്നത് ആണ് ഭേദകം അഥവാ വിശേഷണം. ഏതിനെ വിശേഷിപ്പിക്കുന്നുവോ അത് വിശേഷ്യം, എന്തുകൊണ്ട് വിശേഷിപ്പിക്കുന്നുവോ അത് വിശേഷണങ്ങൾ. ഭാഷാപ്രയോഗത്തിൽ ഇത്തരം വിശേഷണങ്ങൾ പദത്തിനും ആശയത്തിനുമെല്ലാം ഭംഗി കൂട്ടുന്നുണ്ട്. മറ്റൊരു ചോദ്യം നോക്കൂ. പുഷ്പോത്സവം സംഘടിപ്പിക്കാം. തലസ്ഥാന നഗരിയിൽ വസന്തോത്സവം. തിരുവനന്തപുരം ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാന നഗരിയിൽ വസന്തോത്സവം ഒരുക്കും. കേരള റോസ് സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് നഗരവസന്തം എന്ന പേരിൽ ഡിസംബർ 21 മുതലാണ് നഗരവീഥികളിലും കനകക്കുന്ന് പരിസരത്തുമടക്കം വസന്തോത്സവം സംഘടിപ്പിക്കുന്നത്. വെള്ളയമ്പലം, കവടിയാർ, ശാസ്തമംഗലം, വഴുതക്കാട്, സ്പെൻസർ ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ റോഡുകളുടെ ഇരുവശങ്ങളും പൂച്ചെടികളും അലങ്കാര ചെടികളും കൊണ്ട് വർണ്ണാഭമാക്കും. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്ന് ദേവസ്വം ബോർഡ് ജംഗ്ഷൻ വരെയും PMG വരെയുള്ള പാതയോരത്തും പൂക്കൾ നിറയും. വർണ്ണശബളമായ സുഗന്ധം നിറയുന്ന ചെടികൾക്ക് പുറമെ അലങ്കാര ദീപങ്ങളും ഇൻസ്റ്റലേഷനുകളും ചിത്രങ്ങളും വസന്തോത്സവത്തിന് മാറ്റുകൂട്ടും. പുലർച്ചെ 1 മണിവരെ വസന്തോത്സവം നീളും. കനകക്കുന്നിലും സൂര്യകാന്തി, നിശാഗന്ധി എന്നീ ഓഡിറ്റോറിയങ്ങളിലും പുഷ്പാലംകൃതമായ ഇൻസ്റ്റലേഷനുകൾ ഉണ്ടാവും. ഈ വാർത്തയെക്കുറിച്ച് ചർച്ച ചെയ്യുക. ഇത്തരം ഉത്സവങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായക്കുറിപ്പ് എഴുതാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നോക്കൂ. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാന നഗരിയിൽ നടക്കാനിരിക്കുന്ന പുഷ്പോത്സവം നഗരത്തിനും ജനങ്ങൾക്കും നിരവധി നേട്ടങ്ങൾക്കും ഗുണങ്ങളും നൽകുന്ന ഒരു പ്രധാന സാംസ്കാരിക പരിപാടിയായി മാറും എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പുഷ്പോത്സവം നമ്മുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും പ്രകൃതിയോടുള്ള ആദരവിൻ്റെയും പ്രതീകമാണ്. വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളെ ആകർഷിക്കുന്നതിനാൽ ടൂറിസം വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നതിൽ ഇത്തരം ആഘോഷങ്ങൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ഇതിനു പുറമെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താനും ഇത് സഹായിക്കും. പ്രകൃതിയോടുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തുകയും പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. വ്യത്യസ്ത തലമുറകളിൽ നിന്നുള്ള ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഈ ഉത്സവം സാമൂഹിക ഐക്യം വളർത്തുന്നതിലും വലിയ പങ്കുവഹിക്കുന്നു. ഇത് കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒരുമിച്ച് ആഘോഷിക്കാനുള്ള ഒരു അവസരമാണ്. സന്തോഷവും സൗന്ദര്യവും പ്രകൃതി സ്നേഹവും എല്ലാം ഒത്തുചേരുന്ന ഒരു ഉത്സവമാണ് തലസ്ഥാന നഗരിയിൽ നടക്കാനിരിക്കുന്ന പുഷ്പോത്സവം.
അത് നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും നിരവധി നേട്ടങ്ങൾ നൽകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എല്ലാ നഗരങ്ങളും ഇത്തരം ഉത്സവങ്ങൾ സംഘടിപ്പിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് അവിടെ എഴുതി ചേർക്കാം. അടുത്തതായി കൂട്ടുകാർക്കുള്ള ഒരു പ്രവർത്തനമാണ്. നിങ്ങളുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു പുഷ്പോത്സവം സംഘടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ആസൂത്രണം, പോസ്റ്റർ, നോട്ടീസ് തയ്യാറാക്കൽ, സ്കൂളിൽ പൂന്തോട്ടം സജ്ജമാക്കൽ, പൂക്കളുള്ള ചെടികൾ എത്തിക്കൽ, ചിട്ടയായ ക്രമീകരണം, പ്രദേശത്തെ ക്ലബ്ബുകൾക്ക് അഥവാ കൂട്ടായ്മകൾക്ക് പങ്കാളിത്തം നൽകൽ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുഷ്പോത്സവം നിങ്ങളോട് സംഘടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ സംഘടിപ്പിച്ച പുഷ്പോത്സവത്തെക്കുറിച്ച് പത്രവാർത്ത തയ്യാറാക്കാനാണ്. നമുക്ക് ചെറിയൊരു ഉദാഹരണം തന്നിട്ടുണ്ട്. കാണികളിൽ വസന്തം വിരിയിച്ച് ഒരു പുഷ്പോത്സവം. പാലക്കാട് GLP സ്കൂൾ മരുത റോഡ് പരിസ്ഥിതി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ 23/12/2025 ഒരു വർണ്ണാഭമായ പുഷ്പോത്സവം നടന്നു. പരിസ്ഥിതി ബോധവും പ്രകൃതി സ്നേഹവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുഷ്പോത്സവം സംഘടിപ്പിച്ചത്. വിവിധ തരത്തിലുള്ള പൂക്കളും അലങ്കാര ചെടികളും പ്രദർശിപ്പിച്ചിരുന്ന പുഷ്പോത്സവം കാഴ്ചക്കാർക്ക് ഒരു നേത്രവിസ്മയമായിരുന്നു. വിദ്യാർത്ഥികൾ തന്നെയാണ് പൂക്കളും അലങ്കാര ചെടികളും ഉപയോഗിച്ച് വിവിധ രൂപകൽപ്പനകളും കരകൗശല വസ്തുക്കളും നിർമ്മിച്ചത്. പുഷ്പാലങ്കാര മത്സരം, പൂക്കളുടെ ചിത്രരചനാ മത്സരം, പൂക്കളെക്കുറിച്ചുള്ള ക്വിസ് മത്സരം തുടങ്ങിയ വിവിധ മത്സരങ്ങളും പുഷ്പോത്സവത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. C. കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. സിന്ധു നായർ പ്രിൻസിപ്പൽ, ആരതി S. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. പരിസ്ഥിതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് കൊടുത്തു. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് എല്ലാം നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.